ഡോക്ടർ ജി ഗോപകുമാർ. ഇക്കാര്യത്തിൽ നമ്മളൊരു നിലപാട് പറയുന്ന സമയത്ത് ആ നിലപാട് എന്തുകൊണ്ട് പറഞ്ഞു എന്നത് താൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തുവാൻ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് കഴിഞ്ഞിട്ടുണ്ടോ പിണറായി സർക്കാരിനെ ഇത്ര കണ്ട് പ്രശംസിക്കാൻ? NSSൻ്റെ ആഭ്യന്തര സ്വഭാവമനുസരിച്ച് സ്വതന്ത്രമായ ചർച്ചകളോ അതിനകത്തൊരു ജനാധിപത്യപരമായൊരു തീരുമാനങ്ങളോ എടുക്കുന്ന ഒരു വേദിയില്ല എന്നുള്ളതാണ് വസ്തുത. അത് ആചാര്യനായിരുന്ന മന്നത്ത് പത്മനാഭൻ NSS തകരരുത് എന്ന് വിചാരിച്ച് വളരെ ക്ലോസ്ഡ് ആയിട്ടൊരു സംഘടന സൃഷ്ടിക്കുകയാണ് പോയത്. അതുകൊണ്ടാണ് NSS ഇതുവരെ പിളർന്നു പോകാത്തത്. പക്ഷേ അതിൻ്റെ മറുവശം അതിനകത്തുള്ള ജനാധിപത്യ സ്വഭാവം തീരെ കുറവാണ് എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ NSS ഒരു പരമ്പരാഗതമായിട്ടൊരു സമ്മർദ്ദ ഗ്രൂപ്പാണ്. അത് രാഷ്ട്രീയ പാർട്ടിയല്ല, പാർട്ടിയാക്കാൻ ശ്രമിച്ച NDPയുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതെവിടെ എത്തി എന്നുള്ളതറിയാം. കേരളത്തിലെ നായർ സമുദായം എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായും ചരിത്രപരമായും സാമൂഹ്യ മൂലധനം ഉൾപ്പെടെയുള്ള ഒരുപാട് വളർച്ച നേടിയിട്ടുള്ള ഒരു സമുദായം എന്നുള്ള നിലയിൽ NSS പറയുന്നത് പോലെ വോട്ട് ചെയ്യുന്നൊരു സംസ്കാരം നായർ സമുദായത്തിന് ഇല്ല. ഒരു ചെറിയ ശതമാനത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ ഗണ്യമായ രീതിയിൽ സ്വാധീനിക്കാൻ പറ്റുന്ന ശക്തിയുള്ള കാലമൊക്കെ പോയി. പഴയ 48-ലും 52-ലും 54-ലും ഉള്ള തിരുക്കൊച്ചിയിലുണ്ടായിരുന്ന ആ സ്വാധീനമൊന്നും NSSന് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലില്ല. അത് താഴോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോഴാകട്ടെ അത് ഏറ്റവും കുറഞ്ഞ രീതിയിലാണ്. കാരണം ഇത് മറ്റൊന്നുമല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം, അവരുടെ സോഷ്യലൈസേഷൻ എല്ലാ പാർട്ടികൾക്കും. അതുകൊണ്ട് തന്നെ നായർ സമുദായത്തിൻ്റെ പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ പാർട്ടിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് കാലാകാലങ്ങളിലായി പല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. പണ്ടൊരിക്കൽ ആചാര്യൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. NSS ഇപ്പോൾ ഒരു പാർട്ടി ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ പാർട്ടികളും നേതൃത്വത്തിൽ NSS നായന്മാരുണ്ട്. അതാണ് നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നിപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ NSSൻ്റെ ഔദ്യോഗിക നിലപാട് എന്തായാലും ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ട് പൂർണ്ണമായിട്ട് കമ്മിറ്റഡ് ആകുന്നൊരു സാഹചര്യം നായർ സമുദായത്തിനില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയം ദേശീയപരമായിട്ടും സംസ്ഥാനപരമായും കാലികമായും മാറ്റി വന്ന സാഹചര്യത്തിൽ ഒരു വലിയ പരിധിവരെ ഇപ്പോൾ ഒരു 100 അതുകൊണ്ട് തന്നെയാണല്ലോ സമദൂരം എന്നുള്ള നിലപാട് NSS എടുത്തുകൊണ്ടേയിരിക്കുന്നത് കാലാകാലങ്ങളിലായി അല്ലേ? രാഷ്ട്രീയ പാർട്ടി ആ ഒരു കാര്യം നിന്നതോടുകൂടി അല്ലെ, രാഷ്ട്രീയ പാർട്ടി ആകുവാനുള്ള ശ്രമം ഉപേക്ഷിച്ചതോടുകൂടി പിന്നെ സമദൂര നിലപാടിലേക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് NSSന്റെ നിലപാടിനെ പ്രശംസിച്ചിരുന്നതും. സമുദായ അംഗങ്ങൾക്ക് യുക്തം പോലെ തീരുമാനമെടുക്കാം, മനസാക്ഷിയോട്ട് ചില സമയത്ത് മാത്രം ചില സൂചനകൾ നൽകും. 2019 അത് എടുത്തു പറഞ്ഞിരുന്നു. കാരണം അവിടെ ശബരിമല വിഷയം ഉള്ളതുകൊണ്ട്. അതേ ശബരിമല വിഷയത്തിൽ ചുവട് പിടിച്ചാണ് ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറയുന്നത് അവിടെ ശരിയായ നിലപാട് പിണറായി സർക്കാർ എടുത്തുവെന്ന്. അതെങ്ങനെ ബോധ്യപ്പെടുത്തുവാൻ പറ്റും? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കണയന്നൂർ തന്നെയുള്ള ശ്രീ ഭൂതനാഥ വിലാസം കരയോഗം അവർ പരസ്യമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, രേഖാമൂലം ഞങ്ങളെ അറിയിക്കണം എന്താണ് സർക്കാരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഉറപ്പെന്ന്. കാരണമുണ്ട്. അതേസമയത്ത് 2018 കാലത്ത് ഈ ശബരിമല പ്രക്ഷോഭം ഉണ്ടായ സമയത്ത് പന്തളത്തൊക്കെ നടന്ന നാമജപ ഘോഷയാത്രയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയും തല്ലുകൊള്ളുകയും ചെയ്തിട്ടുണ്ട് അവിടെ സമുദായ അംഗങ്ങൾ, പ്രത്യേകിച്ച് NSSൻ്റെ അംഗങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു മറുപടി കിട്ടണമല്ലോ. അല്ലാതെ തോന്നിയ പോലെ നിലപാടെടുക്കുവാൻ സമുദായത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നയാൾക്ക് കഴിയില്ലല്ലോ. എന്ത് തീരുമാനം തലപ്പത്തെന്ന് വന്നാലും സമുദായ അംഗങ്ങൾ അവരുടേതായ വ്യക്തിപരമായ തീരുമാനങ്ങളിലാണ് അവർക്ക് അവരുടേതായ പൊളിറ്റിസൈസേഷനുണ്ട്. ആ ഒരു രാഷ്ട്രീയവൽക്കരണം കാലാകാലങ്ങളായി വന്നതുകൊണ്ട് അവർക്കിപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യണം എങ്ങനെ, അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന എങ്ങനെ, ഇതൊക്കെ വളരെ വ്യക്തമാണ്. ഞാനാണ് പറഞ്ഞു വന്നത്, ഒരു 100 നായന്മാരുടെ വോട്ട് ഒരു സാമ്പിൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം അവരിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ ഒരു അനാലിസിസിൽ ഒരു ചെറിയ ഭൂരിപക്ഷം BJPക്ക് അതിനകത്തുണ്ടെന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് കോൺഗ്രസ് വരും, അത് കഴിഞ്ഞാണ് ഇടതുപക്ഷ പാർട്ടികൾ വരുന്നത്. അപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾക്ക് അതൊരു ബോണസ് ആയിരിക്കും. ബോണസ് അത് മാത്രമേ ഉള്ളൂ. ശ്രീ ജേക്കബ് ജോർജ്, അതൊരു ബോണസാണ്. കാരണം ഒന്നും കിട്ടാത്തടുത്ത സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് കിട്ടുന്ന സ്ഥാനത്ത് അതിൽ അല്പം കൂടുതൽ കിട്ടിയാൽ അതൊരു ബോണസ് എന്ന രീതിയിൽ. അതാണല്ലോ MP ഗോവിന്ദൻ പറഞ്ഞത്, മൂന്നാം ഭരണത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുമെന്ന് അല്ലേ? അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ നേതൃത്വവും ആഗ്രഹിക്കുന്നതും. ഒരു ചെറിയൊരു ചായ്വ് മതി. അതാണ് സാറേ, അത് തീർച്ചയായിട്ടും അതാണ് ഗോകുമാർ സാർ വ്യത്യാസം. കാരണം നേരത്തെ സാർ ഞങ്ങൾ പേഴ്സണലായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് 13% വരും
നായർ സമുദായം. തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ, ജനസംഖ്യയിൽ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ സാറ് പറഞ്ഞതുപോലെയല്ല, പകുതി എന്ന് കൂട്ടാം. ഒരു 5400 കരയോഗങ്ങൾ, അതെ, NSSന് എല്ലാം കൂടി 5400 കരയോഗങ്ങൾ. അതെ, ഇതിൻ്റെ അകത്ത് ഒരു 2200 നായർ സമുദായങ്ങൾ മുഴുവനും NSS ഇല്ല. ഇല്ല അതൊക്കെ പോട്ടെ. ഈ സംഘടിതമായിട്ട് നിൽക്കുന്ന സമുദായത്തിൽ 2230ഓളം കരയോഗങ്ങൾ ഏറെക്കുറെ BJP ലൈനാണ്. അതാണ് ഞാൻ ഭാരവാഹികൾ. സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, അത് അല്പം advantage BJP ആണ്. ബാക്കിയുള്ളത് BJP ഇതിനകത്തൊരു ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്നു. കാരണം ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്ന് വെച്ച് അത് എന്തായാലും CPM-ലേക്ക് പോകില്ല, LDF-ലേക്ക് പോകില്ല. ഇല്ല. അത് പക്ഷേ BJP വിചാരിക്കണം, NSS അങ്ങനെ അങ്ങ് വോട്ടെടുക്കത്തില്ല. ഇവൻ ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിലേ BJP വോട്ട് കൊടുക്കൂ, BJPക്ക് വോട്ട് കൊടുക്കൂ. അല്ല, BJPക്ക് ഒരു ആത്മവിശ്വാസം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നായർ വോട്ട്സ് ഗണ്യമായിട്ട് BJP വരും. പക്ഷേ അങ്ങനെ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വയ്യാത്തിടത്തോളം കാലം BJPക്ക് അത്ര കണ്ട് വോട്ട്, ഈ പറയുന്ന BJP മൈൻഡഡ് ആയിട്ടുള്ള നായന്മാരുടെ വോട്ട് മുഴുവനും കിട്ടണം എന്നില്ല. അവർക്ക് സെക്കൻഡ് ചോയ്സ് ഉണ്ട്, ഒരു പക്ഷേ തേർഡ് ചോയ്സും കാണും, അങ്ങോട്ടേക്ക് പോകും. വട്ടിയൂർക്കാവ് ഉദാഹരണമല്ലായിരുന്നു ബൈ ഇലക്ഷൻ. അതന്നെ തീർച്ചയായിട്ടും അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അത് കഴിഞ്ഞ തവണ ഔദ്യോഗികമായിട്ട് വട്ടിയൂർക്കാവിൽ കോൺഗ്രസിന് പിന്തുണ നൽകിയിട്ടും അവിടെ പ്രശാന്തല്ലേ ജയിച്ചത്. അതന്നെ. പക്ഷേ അതുപോലെ തന്നെ സുകുമാരൻ നായർ ഒരു ഘട്ടത്തിൽ ശശി തരൂരിനോട് പിന്തുണ കൊടുത്തു. ശശി തരൂരിന് സമ്പൂർണ്ണമായി പിന്തുണ കൊടുത്തു. അപ്പം തിരുവനന്തപുരത്തെ സംഗീത് കുമാർ, NSSൻ്റെ നേതാവ്, അദ്ദേഹം ഒരു BJP ലൈൻ എടുത്തപ്പോഴേ സുകുമാരൻ നായർ നേരിട്ട് ഇടപെട്ടിട്ട് NSS കരയോഗങ്ങളെയൊക്കെയും സംഘടിപ്പിച്ച് അലേർട്ട് ചെയ്തിട്ട് ശശി തരൂരിന് അനുകൂലമായിട്ട് തിരിച്ചു. അതിനുള്ള ശേഷിയൊക്കെ അദ്ദേഹത്തിനുണ്ട്. എപ്പോഴും ഞാൻ പറയുന്നത് NSS ഒരു രാഷ്ട്രീയ ശക്തിയല്ല, ഒരു രാഷ്ട്രീയ കേന്ദ്രമല്ല. പക്ഷേ NSSന് രാഷ്ട്രീയം കളിക്കാനറിയാം. അത് പ്രത്യേകിച്ച് സുകുമാരൻ നായരാണെങ്കിലും PK നാരായണപ്പണിക്കർ സാറാണെങ്കിലും ഒക്കെ അത് അവരുടേതായ നിലയിൽ കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് നാമജപ ഘോഷയാത്ര. നേരത്തെ പറഞ്ഞ അല്ല, അന്നത്തെ ആ നാമജപ ഘോഷയാത്രയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് പോലും UDF നിലപാടെടുത്തത്. BJPയും ശരിയാണ്, BJP പ്രക്ഷോഭ രംഗത്തേക്ക് ശ്രീധരൻ നായർ പറഞ്ഞതേ, ഒരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കണ്ടിരിക്കുന്നു. അത് കാണിച്ചു കൊടുത്തത് ശ്രീധരൻപിള്ള. അതെ, അത് കാണിച്ചു കൊടുത്തത് സുകുമാരൻ നായരാണ്, NSS ജനറൽ സെക്രട്ടറിയാണ്. നാമജപ ഘോഷയാത്രയ്ക്ക് വനിതകൾ വരിവരിയായിട്ട് വന്ന് പന്തളത്ത് വന്നിട്ട് സത്യാഗ്രഹം നടത്തുകയാണ്. അത് കണ്ടപ്പോൾ ഇതൊരു അപാര സാധ്യതയാണ്. അന്നത്തെ ആ നാമജപ ഘോഷയാത്രയും പിന്നെ ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിനെതിരെ എടുത്ത നിലപാടും, ആ നിലപാട് മാറ്റുവാൻ ഇപ്പോൾ ഏത് നിലപാട് മാറ്റുമ്പോഴും അത് ബോധ്യപ്പെടുത്തണമല്ലോ. അതിപ്പോൾ സമുദായാംഗങ്ങളെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു നിലപാട് മാറ്റുകയാണെങ്കിൽ തങ്ങളുടെ അണികളെ ബോധ്യപ്പെടുത്തണം. ഇത് സുകുമാരൻ നായർക്ക് അതിന് കഴിയുന്നുണ്ടോ? എന്തുകൊണ്ട് സർക്കാരിന് ഇപ്പോൾ പിന്തുണ നൽകുന്നു? 2018 അങ്ങനെ ആയിരുന്നില്ല, തുടർകാലങ്ങളിലും ഇതേ രീതിയിൽ വന്നതാണ്. കാരണം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പിണറായി സർക്കാർ തെറ്റായ നിലപാടാണ് എടുത്തത് എന്ന് ആവർത്തിച്ച് പറയുന്ന സുകുമാരൻ നായരും NSSും എന്തുകൊണ്ട് ഈ സമയത്ത് നിലപാട് മാറ്റി എന്നുള്ളത് ഈ സമയത്ത് എങ്ങനെ ബോധ്യപ്പെടുത്തും? ഞാൻ കാണുന്നത് ഇതിനകത്ത് പിണറായി വിജയൻ